നമ്മുടെ പ്രിയപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ശബരിമലയിൽ സന്ദർശനം നടത്തിയതുപോലെ ഇന്ത്യൻ ആർമിയിലെ ലഫ്റ്റനന്റ് ആയിരുന്ന സാമുവേൽ കമലേശൻ എന്ന ക്രിസ്തീയ വിശ്വാസിക്ക് സിഖ് ഗുരുദ്വാരയിൽ പ്രവേശിച്ച് പൂജ നടത്തുവാൻ പാടില്ലായിരുന്നു. മേലുദ്യോഗസ്ഥന്റെ കൽപ്പന ലംഘിച്ചതിന് അദ്ദേഹത്തെ സൈന്യത്തിൽ നിന്ന് പുറത്താക്കി. സുപ്രീം കോടതി അതിരൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും പിരിച്ചുവിട്ട നടപടി അംഗീകരിക്കുകയും ചെയ്തു. ഒരു ഇന്ത്യൻ പൗരന് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 നൽകുന്ന സ്വന്തം മതവിശ്വാസം സംരക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഒരു സൈനികന് ബാധകമാണോ എന്ന ഏറ്റവും മൗലികമായ ഒരു ചോദ്യം ഈ വിധിയോടുള്ള ബന്ധത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഈ സംഭവത്തോടനുബന്ധമായി ഇന്ത്യയിലെ ക്രൈസ്തവ വിശ്വാസികൾ വ്യക്തിപരമായി നേരിടുന്ന വലിയൊരു വിശ്വാസ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാനാണ് ഈ വീഡിയോയിൽ ഞാൻ ശ്രമിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ പ്രത്യേകിച്ച് ബഹുസ്വരത നിലനിൽക്കുന്ന സാംസ്കാരികവും മതപരവുമായ വ്യത്യസ്ത വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നതും ഓരോ ക്രിസ്തീയ വിശ്വാസിയും നിരന്തരം അഭിമുഖീകരിക്കേണ്ടി വരുന്നതുമായ ഒരു പ്രധാന ധാർമ്മിക ചോദ്യമാണിത്. ഒരു ക്രിസ്ത്യാനിക്ക് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാമോ അഥവാ ആരാധനയിൽ പങ്കുചേരാമോ? ഇതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. ക്ഷേത്രം, അമ്പലം എന്നീ പദങ്ങളെ കേവലം ഒരു കെട്ടിടമായി മാത്രം കാണുന്നത് ദൈവശാസ്ത്രപരമായി ശരിയായ ഒരു നിരീക്ഷണമല്ല. ബൈബിൾ വീക്ഷണത്തിൽ ക്ഷേത്രം അന്യദേവന്മാരുടെ ആരാധനയുടെയും ബലിയർപ്പണത്തിൻ്റെയും കേന്ദ്രമാണ്. ഇവിടെ നടക്കുന്ന പ്രാർത്ഥനകൾ, പ്രവർത്തനങ്ങൾ എല്ലാം ആത്മീയ അടിസ്ഥാനത്തിൽ തന്നെ വിലയിരുത്തപ്പെടേണ്ടതുമുണ്ട്. മതം ദൈനംദിന ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഇതര മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ഇടങ്ങളിൽ ക്രിസ്ത്യാനികളും നിരന്തരം പങ്കെടുക്കേണ്ടി വരാറുണ്ട്. ഒരു സാംസ്കാരിക ഉത്സവമായി കരുതുന്ന ഓണത്തിന് പല സ്ഥാപനങ്ങളിലും എല്ലാവരും ചേർന്നാണ് അത്തപ്പൂ ഇടുന്നത്. സത്യത്തിൽ അത്തപ്പൂവിൻ്റെ ഹിന്ദുമത വിശ്വാസപ്രകാരമുള്ള ലക്ഷ്യം മഹാബലിയെ അല്ലെങ്കിൽ തൃക്കാക്കര അപ്പനെ വരവേൽക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും പുതിയൊരു കെട്ടിടം വെക്കുമ്പോൾ ഭൂമി പൂജ നടത്താറുണ്ട്. ജോലിസ്ഥലത്തോ വിദ്യാലയത്തിലോ ഒക്കെ ഇത്തരം ചടങ്ങുകൾ ക്രിസ്ത്യാനികളും അതിൻ്റെ ഭാഗമാകുകയും പങ്കെടുക്കേണ്ടി വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ക്രിസ്ത്യാനിയായ ഒരു ജനപ്രതിനിധിയുടെ കാര്യമെടുത്താൽ തൻ്റെ മണ്ഡലത്തിൽ നടക്കുന്ന ഉദ്ഘാടനങ്ങളിൽ നിലവിളക്ക് കൊടുത്തേണ്ട ചുമതല അദ്ദേഹത്തിൻ്റെ മേൽ വന്നു ചേരും. ഇത്തരം സാഹചര്യങ്ങളിൽ വിശ്വാസവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എന്ത് നിലപാടാണ് ഒരു ക്രിസ്ത്യാനി എടുക്കേണ്ടത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ലാഘവത്തോടെ ഒരു ക്ഷേത്രോത്സവത്തിലോ മതപരമായ ചടങ്ങിലോ പങ്കെടുക്കുവാനും അതിൻ്റെ ഭാഗമാകാനും ഒരു ക്രിസ്ത്യാനിക്ക് സാധിക്കുമോ? സാംസ്കാരിക പരിപാടി എന്ന് വിളിച്ച് മതചടങ്ങുകൾ നടത്തുമ്പോൾ ക്രിസ്ത്യാനിയുടെ നിലപാട് എന്തായിരിക്കണം? ബൈബിൾ ഈ കാര്യത്തിൽ എന്താണ് നിഷ്കർഷിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനെ രണ്ട് ചോദ്യങ്ങളായി വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. ആദ്യത്തെ ചോദ്യം, അന്യമത ക്ഷേത്രത്തിൽ കേവലമായി ഒന്ന് പ്രവേശിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതായത് ഒരു സഞ്ചാരി എന്ന നിലയിലോ പഠനാവശ്യങ്ങൾക്കായോ ഒരു സഹപ്രവർത്തകൻ്റെയോ അയൽക്കാരൻ്റെയോ വിവാഹത്തിനായോ ഒരു അമ്പലത്തിൽ കയറുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? രണ്ടാമത്തെ കാര്യം, ക്ഷേത്രത്തിലെ ആചാരങ്ങളിലും പ്രാർത്ഥനകളിലും പങ്കെടുത്ത് ആരാധന അർപ്പിക്കുന്നത്, കാണിക്കയിടുന്നത്, പ്രസാദം സ്വീകരിക്കുന്നത് തുടങ്ങിയവ ഒരു ക്രിസ്തീയ വിശ്വാസി ചെയ്യാൻ പാടുണ്ടോ? ഈ രണ്ട് പ്രവർത്തനങ്ങളും തികച്ചും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളാൽ വിലയിരുത്തപ്പെടേണ്ടതാണ് എന്നതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, ദൈവശാസ്ത്രപരമായ ഒരു രീതിശാസ്ത്രം എന്തെന്ന് നോക്കാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ബൈബിളിലെ വെളിപ്പാടുകളുടെ പുരോഗമനപരമായ സ്വഭാവം അല്ലെങ്കിൽ പ്രോഗ്രസീവ് റെവലേഷൻ നാം പരിഗണിക്കേണ്ടതുണ്ട്. ആദ്യം പഴയ നിയമത്തിലെ കർശനമായ ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഗ്രഹാരാധനയെക്കുറിച്ച് ദൈവത്തിൻ്റെ അചഞ്ചലമായ ഒരു നിലപാട് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൃപയുടെയും ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെയും വെളിച്ചത്തിൽ പ്രത്യേകിച്ച് പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളെ ലേഖനങ്ങളിലൂടെ വിശദമാക്കുന്നുണ്ട്. ഈ തത്വങ്ങൾ ആധുനിക സാഹചര്യത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിയമത്തെ സ്നേഹം എന്ന വലിയ തത്വത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ ഓർപ്പിക്കട്ടെ. രണ്ടാമത്തെ ഒരു വിഷയം, അന്യദൈവ ആരാധനയുടെ സമ്പൂർണമായ നിരാകരണം ബൈബിൾ നിഷ്കർഷിക്കുന്നു.
ഇതര മതക്ഷേത്രങ്ങളിലെ ആരാധനകളിൽ ഒരു ക്രിസ്ത്യാനിക്ക് പങ്കുചേരുവാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ബൈബിൾ നൽകുന്ന കടുത്ത ഉത്തരം ഒരിക്കലും പാടില്ല എന്നാണ്. ഈ ഖണ്ഡിതമായ ഉത്തരം ദൈവത്തിൻ്റെ സ്വഭാവത്തിലും വിഗ്രഹാരാധനയുടെ ആത്മീയ ഫലങ്ങളിലും അധിഷ്ഠിതമാണ്. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയായ സാമുവേൽ കമലേശൻ മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചിട്ടും ശ്രീകോവിലിൽ കയറി പൂജ നടത്തുന്നതിന് തയ്യാറാകാതിരുന്നത്. ഇതിനകത്ത് ഒന്നാം ഭാഗം പഴയ നിയമത്തിലെ കൽപ്പനകളാണ്. ഇസ്രായേലുമായി സീനായിൽ വെച്ച് ദൈവം സ്ഥാപിച്ച ഉടമ്പടിയുടെ കേന്ദ്രമായിരുന്നു ഏക ദൈവത്തിലുള്ള ആരാധന എന്നുള്ളത്. ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെയും നീ ആരാധിക്കരുത് എന്ന യഹോവ കൽപ്പിച്ചു. മറ്റ് ദൈവങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഫലം നിത്യനാശമാണെന്ന് മുന്നറിയിപ്പും നൽകി. ദൈവം വിഗ്രഹങ്ങളെ കേവലം തെറ്റായ ആരാധനാ വസ്തുക്കളായി കാണുന്നതിനു പകരം അവയെ മ്ലേച്ഛമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അത്തരം വസ്തുക്കളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പോലും നിരോധിക്കപ്പെട്ടു. ഈ കൽപ്പനകൾ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട ഭൗതിക വസ്തുക്കളോട് പോലും വിശ്വാസികൾ പുലർത്തേണ്ട പൂർണ്ണമായ വേർപാടിനെ എടുത്തു കാണിക്കുന്നവയാണ്. അടുത്തതായിട്ട് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് വിഗ്രഹാരാധനയെക്കുറിച്ച് നൽകുന്ന വിശദീകരണമാണ്. പഴയ നിയമത്തിലെ വിലക്കുകൾക്ക് ആഴത്തിലുള്ള ആത്മീയ മാനം അദ്ദേഹം നൽകുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹം ഈ ലോകത്തിൽ ഒരു വിലയുമുള്ളതല്ല. വിഗ്രഹം ഒന്നുമല്ലെന്നുള്ള അറിവ് ക്രിസ്ത്യാനിക്ക് ഉണ്ടാകണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. എന്നാൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന ബലികൾ കേവലം ഭൗതികമായ ഒരു പ്രവൃത്തി മാത്രമല്ല. അവിശ്വാസികൾ ബലി അർപ്പിക്കുന്നത് ഭൂതങ്ങൾക്കാണ്, ദൈവത്തിനല്ല എന്ന 1 കൊരിന്ത്യർ 10:20 കൃത്യമായി പറയുന്നു. അതിനാൽ ക്ഷേത്രത്തിലെ ആരാധനയിൽ പങ്കുചേരുന്നത് ആത്മീയ അടിസ്ഥാനത്തിൽ അന്യ ദൈവങ്ങളുമായി കൂട്ടായ്മ സ്ഥാപിക്കുന്നതിന് തുല്യമാണ്. ഈ കൂട്ടായ്മ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു കാരണവശാലും സാധ്യമല്ല. നിങ്ങൾക്ക് കർത്താവിൻ്റെ പാനപാത്രത്തിലും ഭൂതങ്ങളുടെ പാനപാത്രത്തിലും കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും ഒരുപോലെ പങ്കുചേരുവാൻ സാധ്യമല്ല എന്ന് 1 കൊരിന്ത്യർ 10:21 കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്യ ദൈവ ആരാധന എന്നത് ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. അടുത്തത് ഇണയില്ലാ പിണ കൂടരുത് എന്ന ഒരു ഭാഗമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൽ വിശ്വാസികൾ പാലിക്കേണ്ട വേർപാടിൻ്റെ തത്വം 2 കൊരിന്ത്യർ 6:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം വ്യക്തമാക്കുന്നു: നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബിലയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത. നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇതാണ് പൗലോസിൻ്റെ വാക്കുകൾ. ഇവിടെ ഇണയില്ല പിണ കൂടരുത് എന്നത് കേവലം വിവാഹം പോലെയുള്ള ഔപചാരിക ബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്. മറിച്ച് ഒരാളുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയെ വികലമാക്കുന്ന, അവൻ്റെ വ്യക്തിത്വത്തെ വികലമാക്കുന്ന ഏതൊരു സംയുക്ത പങ്കാളിത്തത്തെയും ഈ വാക്യം വിലക്കുന്നു. അതിൻ്റെ പരമമായ അർത്ഥം അവിശ്വാസികളുമായി പാപത്തിൽ പങ്കുചേരുന്ന ഒരു കൂട്ടായ്മയിലും ഒരു വിശ്വാസി പങ്കെടുക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ്. അതായത് ഒരു ക്രിസ്ത്യാനിയുടെ അസ്തിത്വത്തിന് വിരുദ്ധമായ ഒരു വിശ്വാസ സമ്പ്രദായവുമായി ആത്മീയമായൊരു പങ്കാളിത്തം സ്ഥാപിക്കുവാൻ പാടില്ല. അതിനെയാണ് ഇണയില്ല പിണ എന്ന് പ്രത്യേകിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്, ഒരാൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ അനുമതിയുണ്ടോ? അതായത് കേവലം കാഴ്ചക്കാരനായോ വിവാഹം പോലുള്ള സാമൂഹിക ആവശ്യങ്ങൾക്കായോ ജോലിയുടെ ഭാഗമായോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ ഒരു ക്ഷേത്രത്തിനകത്ത് ഒരു ക്രിസ്ത്യാനിക്ക് പ്രവേശിക്കുവാൻ ബൈബിൾ സ്വാതന്ത്ര്യം നൽകുന്നുണ്ടോ? വിഗ്രഹങ്ങൾ ലോകത്തിലെ യഥാർത്ഥ ദൈവങ്ങളല്ലെന്ന അറിവ് ക്രിസ്ത്യാനിക്ക് ആത്മീയപരമായ ഒരു സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അതിനാൽ തത്വത്തിൽ വിഗ്രഹങ്ങളുള്ള ഒരു സ്ഥലം അതിൻ്റെ ഭൗതികമായ അവസ്ഥയിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ കെട്ടിടം മാത്രമാണ്. അമിതമായ ആത്മീയ ഭയം ഈ കാര്യത്തിൽ ആവശ്യമില്ലെന്ന് ബൈബിൾ വിശ്വാസികളെ പഠിപ്പിക്കുന്നു.
കാരണം നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് ബൈബിൾ കൃത്യമായി പറയുന്നു. ഈ സ്വാതന്ത്ര്യം നിലനിൽക്കുമ്പോൾ തന്നെ നിരന്തരം ഇതര മതങ്ങളുടെ ആരാധനാലയങ്ങളിൽ ഇടപഴകുന്നത് ആത്മീയപരമായ അപകട സാധ്യത വരുത്തുമോ എന്ന് ആശങ്കപ്പെടുന്നവരുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്നുള്ളതിലാണ് പ്രാധാന്യമിരിക്കുന്നത്. അഞ്ചാമതായി പൗലോസിൻ്റെ മാതൃക. ഗ്രീസിലെ അരയോപക കുന്നിൽ പൗലോസ് നടത്തിയ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 17:22 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അഥേനയിലെ വിഗ്രഹങ്ങളെയും ആരാധനാ വസ്തുക്കളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു എന്ന് നമ്മളവിടെ വായിക്കുന്നു. ആ കൂട്ടത്തിൽ അജ്ഞാത ദൈവത്തിനുള്ള ബലിപീഠം കണ്ടെത്തി അതിനെ തൻ്റെ സുവിശേഷ സന്ദേശം ആരംഭിക്കുവാനുള്ള ഒരു സാംസ്കാരിക പാലമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ഈ വിഗ്രഹങ്ങളെയൊക്കെ നിരീക്ഷിച്ചത് ആരാധനയ്ക്ക് വേണ്ടിയായിരുന്നില്ല, മറിച്ച് സുവിശേഷം അവതരിപ്പിക്കുവാനുള്ള ഒരു സന്ദർഭം കണ്ടെത്തേണ്ടതിന് വേണ്ടിയായിരുന്നു. പൗലോസ് അവരുടെ സ്വന്തം കവികളെ ഉദ്ധരിച്ചുകൊണ്ട് ദൈവത്തെ മനുഷ്യനിർമ്മിത രൂപങ്ങളുമായി താരതമ്യം ചെയ്യരുതെന്ന് വാദിച്ചു. കൂടാതെ ദൈവം മനുഷ്യനിർമ്മിത ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൽ നിന്നും ക്രിസ്ത്യാനിക്ക് ഇതര മതങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ആരാധനാ മനോഭാവത്തോടെ അല്ലാതെ പ്രവേശിക്കുന്നതിന് ബൈബിൾ ഒരു വിലക്കും ഏർപ്പെടുത്തുന്നില്ല എന്ന് പൗലോസിൻ്റെ ഈ മാതൃകയിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആറാമത്തെ കാര്യം, മനസ്സാക്ഷിയും ബലഹീന വിശ്വാസിയുടെ ഇടർച്ചയും. ക്രിസ്തീയ സ്വാതന്ത്ര്യം ഒരു വ്യക്തിപരമായ അവകാശമാണ്. എന്നിരുന്നാലും ഈ സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ദുർബലരായ വിശ്വാസികൾക്ക് അതൊരു ഇടർച്ചയായി മാറരുതെന്ന് 1 കൊരിന്ത്യർ 8:9 പറയുന്നുണ്ട്. അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാര്യമാണിത്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ നിയമത്തിൻ്റെ കാർക്കശ്യത്തെക്കാൾ വലുത് സ്നേഹത്തിൻ്റെ ഒരു പൊതിഞ്ഞുപിടിക്കലാണ്. വിഗ്രഹങ്ങൾ ഒന്നുമല്ലെന്ന വേദപുസ്തക പ്രകാരമുള്ള അറിവുള്ള ഒരു വ്യക്തി ക്ഷേത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ ദുർബല മനസാക്ഷിയുള്ള ഒരു വിശ്വാസിക്ക് വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുന്നതിന് ഒരു തെറ്റുമില്ലെന്ന ഒരു തോന്നലുണ്ടാകാൻ കാരണമായേക്കാം. ദുർബലനായ ആ സഹോദരൻ്റെ ആത്മീയ ജീവിതത്തെ അത് നശിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഈ തത്വം ക്ഷേത്രപ്രവേശന കാര്യത്തിലും ബാധകമാണ്. കേരളം പോലുള്ള വ്യത്യസ്ത മതവിശ്വാസികൾ ഒന്നിച്ച് സഹവസിക്കുന്ന ഒരു സമൂഹത്തിൽ അവരൻ്റെ വിശ്വാസത്തെയും മതത്തെയും സംസ്കാരത്തെയും ഒക്കെ ബഹുമാനിക്കുകയും അവരോടെല്ലാം സഹകരിക്കാവുന്ന എല്ലാ മേഖലകളിലും സഹകരിക്കുകയും ചെയ്യുക എന്നതും എല്ലാവരെയും സ്നേഹിക്കുക എന്നതും ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ്. അപ്പോൾ തന്നെ ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചകൾക്കും ഇടകലരലിനും ബൈബിൾ അംഗീകാരം നൽകുന്നില്ല, അനുവാദം നൽകുന്നില്ല. ഈ വിഷയത്തിൽ വ്യക്തിപരമായ തീരുമാനം എടുക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയോടെയുള്ള വിവേചന ബുദ്ധി ഉപയോഗിക്കണമെന്ന് സഭകൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഏഴാമതായിട്ട് സാംസ്കാരിക പങ്കാളിത്തവും അതിൻ്റെ അതിർവരമ്പുകളും എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടേതുപോലെ മതം സംസ്കാരവുമായി ഇഴചേർന്നിരിക്കുന്ന സമൂഹത്തിൽ ഒരു ക്രിസ്ത്യാനി പങ്കെടുക്കുന്ന പരിപാടികളുടെ അതിർവരമ്പുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സാംസ്കാരിക ആഘോഷങ്ങൾ നിഷ്പക്ഷമായി കണക്കാക്കാവുന്നവയാണ്. അപ്പോൾ തന്നെ അതൊരു മതപരമായ ഉത്സവത്തിൻ്റെ ഭാഗമായി മാറുന്നെങ്കിൽ ജാഗ്രത അത്യാവശ്യമാണ്. ഒരു ഉത്സവത്തിൻ്റെ ഏതെങ്കിലും ഭാഗം അന്യദേവന് ആദരമർപ്പിക്കുന്നതും ആചാരങ്ങളിൽ പങ്കുചേരുന്നതുമൊക്കെ ആണെങ്കിൽ ക്രിസ്ത്യാനി അതിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞു നിൽക്കണം എന്നുള്ളതാണ് ബൈബിൾ നിർദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ദുർബലനായ ഒരു സഹോദരന് തെറ്റായ ഒരു മാതൃകയായി നമ്മൾ മാറുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. വിഗ്രഹ ആരാധന എന്നുള്ളത് ദൈവത്തോടുള്ള ഉടമ്പടിയുടെ ലംഘനവും ഭൂതങ്ങളുമായുള്ള കൂട്ടായ്മയുമാണെന്ന ബൈബിൾ വീക്ഷണം ശക്തമാണ്. അത് ലംഘിക്കുവാൻ പാടില്ലാത്തതാണ്. അതിനാൽ ഒരു ക്രിസ്ത്യാനിക്ക് ഇതര മതങ്ങളുടെ ക്ഷേത്രങ്ങളിൽ ആരാധനയിൽ പങ്കെടുക്കുകയും ക്രിസ്ത്യാനിയായി പിന്നെ തുടരുകയും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ ക്ഷേത്രത്തിൽ ആരാധനാ മനോഭാവത്തോടെ അല്ലാതെ പ്രവേശിക്കുന്നത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യവുമാണ്. വിവേകത്തോടെ ഈ കാര്യത്തെ സമീപിക്കണം. പ്രവേശനം അനുവദനീയമാണ്, പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്.